ആർ ശ്രീജിത്ത് തിരുവനന്തപുരത്ത് നിന്ന് ഇപ്പോൾ തുടരുന്നുണ്ട്. ശ്രീജിത്ത്, ഇത് ഉണ്ടാക്കുന്ന ഒരു രാഷ്ട്രീയ ചലനം നേരത്തെ ശ്രീജിത്ത് സൂചിപ്പിച്ച പോലെ തന്നെ അത് ചെറുതല്ല. അപ്പോൾ അതിനെ ഫലപ്രദമായി പ്രതിരോധിക്കുക എന്നുള്ളത് ഇപ്പോൾ സർക്കാരിന്റെ മുന്നിലേക്ക് വരുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് അടുത്ത ഘട്ടത്തിലൊക്കെ എങ്ങനെയായിരിക്കും സർക്കാർ ഈ വിഷയത്തിൽ ഒരു പ്രതിരോധം തീർക്കുക ശ്രീജിത്ത്? ഉന്മേഷ്, ശബരിമല സ്വർണ്ണപ്പാളി മോഷണവുമായി ബന്ധപ്പെട്ട വിവാദം വന്ന ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ പ്രതികരണത്തിൽ കുറ്റക്കാരായ ഒരാളെ പോലും സർക്കാർ വെറുതെ വിടുകയില്ല, അവരെയെല്ലാം നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നും ഇക്കാര്യത്തിൽ നിഷ്പക്ഷവും നീതിപൂർവവുമായ അന്വേഷണം നടത്തുമെന്നുമാണ് പ്രഖ്യാപിച്ചത്. അതുകൊണ്ട് തന്നെ എൻ വാസുവിന്റെ അറസ്റ്റും ആ നിലയ്ക്കുള്ള വ്യാഖ്യാനത്തിലൂടെ പ്രതിരോധിക്കാനായിരിക്കും CPM നേതൃത്വവും സർക്കാരും ശ്രമിക്കുക എന്ന കാര്യം ഉറപ്പാണ്. ഇവിടെ എൻ വാസുവിന് CPIയുമായുള്ള ബന്ധം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ പറിച്ചറിയാവുന്ന അല്ലെങ്കിൽ നിഷേധിക്കാവുന്ന ഒന്നല്ല. എൻ വാസു CPIഎമ്മിന്റെ ഒരു ഇൻസൈഡറാണ്. CPIഎമ്മിനകത്ത് നിരവധി പദവികൾ വഹിച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ അദ്ദേഹത്തെ പോലും അറസ്റ്റ് ചെയ്യാൻ സർക്കാർ കൂട്ടാക്കി. ശബരിമല സ്വർണ്ണപ്പാളി കേസുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ പങ്കാളിത്തമുള്ള എല്ലാവരെയും അറസ്റ്റ് ചെയ്ത് കുറ്റക്കാരെ മുഴുവൻ ഈ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്നു എന്ന ഒരു പ്രതിരോധമായിരിക്കും CPM ഇക്കാര്യത്തിൽ ചമയ്ക്കാൻ ശ്രമിക്കുക. അത്തരമൊരു പ്രചാരണമായിരിക്കും CPM ഇതുമായി ബന്ധപ്പെട്ട് നടത്താൻ പോകുന്ന കാര്യം ഉറപ്പാണ്. ഇപ്പോൾ തിരുവനന്തപുരത്ത് KSRTC സ്മാരക ട്രസ്റ്റിന്റെ മീറ്റ് ദ പ്രസ് പരിപാടിയിൽ CPIഎമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പങ്കെടുക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പ്രതികരണം പോലും ഈ നിലയ്ക്കാവും എന്നായിരിക്കും ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ CPM ഈ കാര്യത്തിൽ സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട ഈ ക്രമക്കേടുകളിൽ ആർക്കൊക്കെ പങ്കുണ്ടോ അവരെയെല്ലാം നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും എന്ന വാക്ക് പാലിച്ചിരിക്കുന്നു. അത് എൻ വാസു ആയാലും അല്ലെങ്കിൽ പത്മകുമാർ ആയാലും മറ്റാരെങ്കിലും ആയാലും ഇതിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സർക്കാർ സ്വീകരിച്ചതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായിട്ടായിരിക്കും CPM ഈ സംഭവത്തെ ഉയർത്തിക്കാട്ടാൻ ശ്രമിക്കുന്നതെന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ കഴിയുക. ആർ ശ്രീജിത്താണ് ഇപ്പോൾ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് നിർണായകമായ ഒരു അറസ്റ്റിലേക്ക് കടന്നിരിക്കുകയാണ് ഇപ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പ്രത്യേക അന്വേഷണ സംഘം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.